ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഇ.ഡി. 1.5 കോടി രൂപയും ഇത്തരത്തിലുള്ള രേഖകളും ഒക്കെ കണ്ടെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒപ്പം ഈ ഒരു അന്വേഷണം വിദേശത്തോട്ട് നീളും എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഈ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത ഇ.ഡി. 1.5 കോടി രൂപയും കണക്കിൽപ്പെടാത്ത 1.5 കോടി രൂപയും നിരവധി രേഖകളും കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഒപ്പം അവർ ഗോകുലം ഗ്രൂപ്പിനോട് ഈ പണം ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ഉറവിടം വ്യക്തമാക്കി കഴിയുമ്പോൾ ആ പണം മടക്കി കൊടുക്കുകയും ചെയ്യും. അത് അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും മറ്റു ദുരൂഹതകൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു ചില വിവരങ്ങൾ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ചു എന്നാണ് ഇ.ഡി. കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമുക്കറിയാം, വിദേശ നാണയ വിനിമയ ചട്ടം, അതാണ് ഫെമ. അത് ലംഘിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് അവർ പ്രവാസികളിൽ നിന്ന് വലിയ നിക്ഷേപങ്ങൾ വാങ്ങുകയും ആ നിക്ഷേപങ്ങൾ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കൊണ്ടുവരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനെ സംബന്ധിച്ച് ഈ ഗോകുലം കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കുന്നില്ല. അത് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഈ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഇതും അന്വേഷിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ 2017 തന്നെ ചില പരാതികളും ആക്ഷേപങ്ങളും ഉയരുകയും 2019 മുതൽ ഇത് നിരീക്ഷണത്തിൽ വയ്ക്കുകയും 2022 രജിസ്റ്റർ ചെയ്ത കേസ്, കൊച്ചി യൂണിറ്റ് ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ തുടരന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡും ഒക്കെ നടന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഈ രൂപ കണ്ടെടുത്തത് കേരളത്തിലെ ഓഫീസുകളിൽ നിന്നാണോ അതുപോലെ ചെന്നൈയിലെ ഓഫീസിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കോഴിക്കോട്, കൊച്ചി, അതുപോലെ ചെന്നൈയിലെ കോടമ്പാക്കം, ഈ 3 സ്ഥലത്താണ് റെയ്ഡ് നടന്നത്. അതിൽ ഈ ചെന്നൈയിലെ കോടമ്പാക്കത്ത് നടന്ന അവിടെയുള്ള ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലെ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. അതുപോലെ കോഴിക്കോട്ട് കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടന്നു. ഈ ഗോകുലം മാളിൽ റെയ്ഡ് നടന്നു. ഇതെല്ലാം വെള്ളിയാഴ്ച നടന്ന റെയ്ഡാണ്. അതിൽ ഈ ചെന്നൈയിലെ കോടമ്പാക്കത്ത് നടന്ന റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു. കോഴിക്കോട് വെച്ച് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഗോകുലം ഗോപാലനുമായിട്ട് ഇ.ഡി. സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം നൽകിയ വിവരങ്ങൾ അവർ തൃപ്തരല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനോട് ചെന്നൈ ഓഫീസിലെത്താൻ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം അന്ന് വൈകിട്ട് തന്നെ ഏതാണ്ട് രാത്രി 8:30 അദ്ദേഹം ചെന്നൈയിലെത്തി. ചെന്നൈയിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. രാത്രി വൈകി ഏതാണ്ട് പുലർച്ചെ വരെ നീണ്ട റെയ്ഡിനിടയ്ക്ക് അദ്ദേഹത്തെ 7.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇ.ഡി. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇ.ഡി. പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ചും ഈ വിദേശ ബന്ധം ഇതിന് വളരെ കൃത്യമായിട്ട് വിദേശത്തുനിന്ന് നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആ നിക്ഷേപം സംബന്ധിച്ച് 1000 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടണം, അതിനെക്കുറിച്ച് കൃത്യമായ രേഖകൾ കിട്ടണം, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നാണ് ഇ.ഡി. ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വിദേശത്തേക്ക് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പുറമേക്ക് അധികം ശ്രദ്ധിക്കാതിരിക്കുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് എമ്പുരാനുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നൊക്കെ. ശരിയാണ്, എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും ദുരൂഹതകളുമുണ്ട്, അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനയും മറ്റുമൊക്കെ ആഴത്തിൽ നടക്കാനും സാധ്യതയുണ്ട്. ഇവർ പറയുന്ന ഈ 100 കോടി 200 കോടി ക്ലബ്ബ്, ഇതിൻ്റെ വരവ്, കളക്ഷൻ, തിയേറ്റർ കളക്ഷൻ ഒക്കെ വലിയ രീതിയിൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് ഈ 2022 മുതൽ ഇത് അന്വേഷിക്കാനുള്ള കാരണം ലൂസിഫർ എന്ന സിനിമയാണ്. ഈ ലൂസിഫറുമായി ബന്ധപ്പെട്ട് ദേശവിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ സമീപനങ്ങൾ, അത്തരത്തിലുള്ള ആരെങ്കിലും ഇതിന് ഫണ്ട് ചെയ്തിട്ടുണ്ടോ, വിദേശത്തുനിന്ന് അങ്ങനെ പണം വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇ.ഡിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇ.ഡി. അതിനെ സംബന്ധിച്ച് ഇ.ഡിക്ക് വലിയ സംശയങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എമ്പുരാനിൽ സംഭവിച്ചിരിക്കുന്നത് കേവലം ഇന്നോ ഇന്നലെയോ മെനങ്ങാന്നോ ഉണ്ടായ ഒരു ട്വിസ്റ്റ് അല്ല, മറിച്ച് അത് ലൂസിഫറിൻ്റെ കാലത്ത് തന്നെ വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയാണ് അതിന്ന് എമ്പുരാനിൽ വന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ ബുദ്ധി കേന്ദ്രം അതാരാണെന്ന് കണ്ടെത്തണം. ഒപ്പം തന്നെ ആ ബുദ്ധി കേന്ദ്രത്തിന് ഇത് നടപ്പാക്കാൻ, ഇത് പ്രാവർത്തികമാക്കാനുള്ള പണം ലഭിക്കണം. ആ പണം എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൂസിഫറിൽ തുടങ്ങി എമ്പുരാനിൽ വരെ എത്തി. ഇനി എമ്പുരാൻ്റെ അടുത്ത ഭാഗം
സമീപഭാവിയിൽ തന്നെ പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലേക്ക് നീളുന്ന ഒരു അന്വേഷണമാണ് സത്യത്തിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഗോകുലം ഗോപാലൻ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഈ നിർമ്മാണ സംബന്ധമായ കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള മറ്റ് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട വിദേശ നിക്ഷേപം അതൊക്കെ അതിന് കൃത്യമായ തെളിവുകൾ കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രവാസികൾക്ക് ചിട്ടിയിൽ ചേരാനുള്ള സംവിധാനമുണ്ട്, അവർക്ക് ചിട്ടിക്ക് പണം അടയ്ക്കാം, അതൊന്നും നിയമവിരുദ്ധമല്ല. പക്ഷേ ED കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഗോകുലം ഗ്രൂപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമാണ് അവിടുത്തെ പ്രശ്നം. അതിനെ ഈ സിനിമയുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതല്ല. കാരണം അതിനെക്കുറിച്ച് ED കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഇതിനകത്തൊരു സമാനതയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ 2022 മുതൽ ഉള്ള ഈ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ടെന്ന് പറയുന്നു. ലൂസിഫറുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോകുലത്തിന് മാത്രമല്ല ED നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. പൃഥ്വിരാജിന് നോട്ടീസുണ്ട്, ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസുണ്ട്, അതുപോലെ തന്നെ പിന്നെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെയോ എന്തൊക്കെയോ കണക്ഷൻസ്, ഒരു അന്തർധാര ഇതിലുണ്ട് എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ EDക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചില സൂചനകൾ, തെളിവുകൾ, അടിസ്ഥാനപരമായിട്ട് ചില തെളിവുകൾ കിട്ടാതെ ഒരിക്കലും അന്വേഷണം മുന്നോട്ട് പോകില്ലല്ലോ. ഒരു പരാതി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടായാൽ, ഒരു ആരോപണം ഉയർന്നാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു അഴിമതി ആരോപണം തന്നെ നടന്നു എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു അഴിമതി നടക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ നടന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് ഏജൻസികൾ അന്വേഷിക്കും. അവർക്ക് അവിടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ തുടരന്വേഷണവുമായിട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അവർ സമയം വെറുതെ കളയില്ല. കാരണം ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വളരെ വ്യക്തമാണ്, ഇത്രയും പേർക്ക് നോട്ടീസ് കൊടുക്കുക, ഇവരെല്ലാം നിർമ്മാണ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. പൃഥ്വിരാജിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിഫലം വാങ്ങാതെ സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ അതിൻ്റെ ലാഭവിഹിതം വാങ്ങി എന്നാണ്. അപ്പോൾ അത് ആദായ നികുതി വകുപ്പിനെ പറ്റിക്കാനാണോ, അവിടെ എന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടോ, എന്തെങ്കിലും ഒരു ഉടായ്പുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. ഗോകുലത്തിലേക്ക് വരുവാണെങ്കിൽ 2022 ED പരിശോധന തുടങ്ങിയത് എന്ന് പറയുന്നു. അപ്പം രജിസ്റ്റർ ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും വിദേശ പൗരന്മാരിൽ നിന്നും ചിട്ടിയാണ് ഇവരുടെ പൗരന്മാരിൽ നിന്നല്ല, പ്രവാസികളിൽ നിന്നും ചിട്ടിയിലേക്ക് ചിട്ടി വീഴാൻ സ്വാഭാവികം. പക്ഷെ അതിലെന്തായിരിക്കും, എനിക്ക് തോന്നുന്നു അതിൽ എന്തെങ്കിലും RBI ലംഘനങ്ങൾ വല്ലതുമുണ്ടോ? അവർ പറയുന്നത് ഇപ്പോൾ ഫെമ, അതായത് വിദേശ നാണയ വിനിമയ ചട്ടം, അത് ലംഘിച്ചു എന്നാണ് ED പറയുന്നത്. അത് ലംഘിച്ചതിൻ്റെ കൃത്യമായ തെളിവുകളും കാര്യങ്ങളുമായിട്ട് ED മുന്നോട്ട് പോകും. നമുക്ക് അതിനെക്കുറിച്ച് കാരണം അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഒരിക്കലും അവർ പുറത്തുവിടില്ല. അത് തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരത് കണിശമായും ആ കൃത്യത പാലിക്കും. ഇതൊക്കെ നമ്മൾ ഈ EDയുടെ നടപടികളും പുറത്തു വരുന്ന വിവരങ്ങളും കൂടി വെച്ചുകൊണ്ട് ആൾക്കാർ, അങ്ങനെയാണല്ലോ വാർത്തകൾ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വാർത്തകൾ കൊടുക്കുന്ന അങ്ങനെയാണ്. ED പറഞ്ഞു, ED വ്യക്തമാക്കി, ED വിശദീകരിച്ചു എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. അല്ലെങ്കിൽ പോലീസ് പറഞ്ഞു, പോലീസ് വ്യക്തമാക്കി എന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണോ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും വാർത്തകൾ വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും നിർമ്മാതാക്കൾക്ക് മറ്റു 3 പേർക്ക് കൂടി നോട്ടീസ് കൊടുത്തിരിക്കുന്നു, അവരോട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു അന്തർധാര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഗോകുലത്തിനെയും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, 593 കോടി രൂപ സമാഹരിച്ചു എന്നുള്ളൊരു രീതിയിൽ തെളിവുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയില്ല. കാരണം പ്രവാസികൾ അത് തന്നെയാണ് ED അന്വേഷിക്കുന്നത്. കാരണം അത്തരത്തിൽ പ്രവാസ ലോകത്ത് നിന്ന് ഏതെങ്കിലും ഫണ്ട് സിനിമാ നിർമ്മാണത്തിന് വന്നിട്ടുണ്ടോ? ഇപ്പൊ ചിട്ടിക്ക് കൊടുക്കുന്ന ഫണ്ട് ചിട്ടിയിലേക്കാണ് പോകുന്നത്. അതവർ ആ ബിസിനസ് സ്ഥാപനം അവരത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യും. അതൊക്കെ അതിൻ്റെയൊക്കെ തെളിവുകളും രേഖകളും ഉണ്ട്, അത് സമർപ്പിച്ചാൽ മതി. ഇവിടെ അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഈ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഈ പറയുന്നത് പോലെ കള്ളപ്പണം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടോ? സിനിമാ നിർമ്മാണ മേഖലയിൽ വലിയ തോതിൽ കള്ളപ്പണം വരും.
അതാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തിയേറ്റർ കളക്ഷൻ പെരുപ്പിച്ചു കാണിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ? ഇപ്പോൾ PMLA ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട്. വെറും ഫെമ മാത്രമല്ല ചുമത്തിയിരിക്കുന്നത്, PMLA അനുസരിച്ചും കേസ് ഈ രജിസ്റ്റർ ചെയ്ത കേസിൽ ആ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ സംശയങ്ങൾക്കിടയാക്കുന്നു, വലിയ ദുരൂഹത ഉണർത്തുന്നു. എന്തായാലും ഒരു ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് മറ്റൊരു വിഷയമാണ്, നമുക്കതിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഈ ലൈക്ക പ്രൊഡക്ഷനിൽ നിന്നാണ് എമ്പുരാന്റെ നിർമ്മാണം ഇവർ ഏറ്റെടുത്തതും വിതരണം ഏറ്റെടുത്തതും ഒക്കെ. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ED അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അന്വേഷണങ്ങൾ കൃത്യമായ ഉത്തരം ഗോകുലം ഗ്രൂപ്പ് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഈ നിർമ്മാതാക്കൾ അവർക്കും മറ്റ് കേസുകളിൽ മറ്റ് ചില ആക്ഷേപങ്ങളിൽ കണക്കുകളിൽ കൃത്യത വരുത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായ തെളിവുകളും രേഖകളും അവരും ഹാജരാക്കേണ്ടി വരും.